ഇവൻ ചെയ്തു വെച്ച് നോക്കുമ്പോഴേ ഇതൊക്കെ നിസ്സാര കേസല്ലേ. മാഡം ഇവനല്ലെന്ന് ഉറപ്പാണോ? ദേവൂട്ടി കണ്ടില്ലെന്നാ പറയുന്നത്. കണ്ടാലും ഇല്ലെങ്കിൽ ഇവൻ തന്നെ ആയിരിക്കുമെന്നേ. അടിച്ചിവന്റെ പുറം പൊളിക്കാ വേണ്ടത്. ഇവനാണെന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഇവനെ വിട്ടേക്കാനാ ദേവൂട്ടി പറയുന്നേ. ദേ ഈ മാഡം പറഞ്ഞതുകൊണ്ട് ഇത്തവണ നിന്നെ ഞാൻ വെറുതെ വിടുകയാണ്. ഇനി ഇതുപോലുള്ള തല്ലുകൊള്ളിത്തരം കാണിച്ചാൽ അടിച്ചു നിന്റെ പുറം പൊളിക്കും ഞാൻ. പോടാ. ഇവനെ അരമണിക്കൂർ സ്റ്റാഫ് റൂമിന്റെ വാതിക്കൽ നിന്നിട്ട് ക്ലാസ്സിൽ പോയാ മതി. ചെല്ലടാ, ചെന്ന് അവിടെ കൈയും കെട്ടി നിക്ക്. കേട്ടോ സുകുമാരി അമ്മേ, ഈ സ്കൂളിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് ഇവൻ. ഇത്ര കുട്ടിക്കാലത്തെ അവനൊരു ക്രിമിനൽ മൈൻഡാ. ഇവനെ പോലുള്ള സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാനേ പാടില്ലായിരുന്നു. ആ അതിപ്പോ ആളെങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ചൂഴ്ന്നു നോക്കി തിരഞ്ഞെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഒന്നാമതേ ഇവിടെ സ്റ്റുഡൻസ് കുറവാ. ആ സാരമില്ല, ഇവനെ ഞാൻ ശരിപ്പെടുത്തി എടുത്തോളാം. Your classes. ആഹാ, തല്ലോളിക്കുന്ന സ്റ്റാഫ് റൂം സെക്യൂരിറ്റി പണി കിട്ടിയോ? നീ ആ സുഭാഷ് സാറിന് എന്താണ് ചെയ്തത്? അയാൾക്ക് ഭ്രാന്ത. ഞാൻ അയാളെ ഒന്നും ചെയ്തില്ല. പിന്നെ ഒന്നും ചെയ്യാതെ നിന്നെ സാർ ഓടിച്ചിട്ട് പിടിക്കില്ലല്ലോ. ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ കാവല് നിർത്തിക്കില്ല. എടാ ചെറുക്ക, ഇങ്ങനെ തല്ലുകൊള്ളിത്തരം കാണിച്ചു നടക്കാതെ പോയി പഠിക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ നിനക്ക് പരീക്ഷക്ക് ആന മുട്ടയായിരിക്കും കിട്ടുക. നീ പോടി ഉണ്ടക്കണ്ണി. നീ എന്നെ നന്നാക്കാൻ വരാതെ നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു. നീ നന്നാവില്ല തല്ലുള്ളി. ഭാഷ நான் ஒரு தவணை சொன்னால் அது 100 தவணை சொன்ன மாதிரி. ഭാഷ കൊള്ള സ്റ്റൈലായിട്ടുണ്ട്. എടാ പേട്ടേർക്ക, നീ ആരാ നിന്റെ വിചാരം? സൂപ്പർ സ്റ്റാർ രജനീകാന്തോ?
ദേ എന്നെ പേട്ടേർക്കാന്ന് വിളിച്ചാലുണ്ടല്ലോ നിന്റെ ഉണ്ടക്കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഓ നീ ഇങ്ങ് വാ. നിന്റെ ചട്ടമ്പിത്തരമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ടീച്ചർ ഇങ്ങോട്ട് വന്നേ.